ഇപ്പൊ ലീയും നമ്മുടെ മിന്നിനെ പിടിച്ചിട്ട് നീയല്ലേ 12 വർഷത്തിന് മുമ്പ് യങ്ഷിയെ രക്ഷിച്ചത്, നിന്റെ മുഖം ഇതുവരെ മാറിയിട്ടില്ലല്ലോ എന്നിങ്ങനെ ലീയും ചോദിക്കും. അതിന് മിന്നും, നീ എന്നെ പോലെ ഇരിക്കുന്ന വേറെ ആരെങ്കിലും കണ്ടു കാണും, 12 വർഷമായിട്ട് എന്റെ മുഖം മാറാതിരിക്കുന്നത് നീ വിചാരിക്കുന്നോ എന്നിങ്ങനെ പറഞ്ഞിട്ട് മിന്ന അവിടുന്ന് പോകാൻ നോക്കുമ്പോഴാണ് ലീ പിന്നെ അവനെ പിടിച്ചിട്ട്, ഇല്ല ആദ്യം ഞാനും അങ്ങനെ വിചാരിച്ച, പക്ഷെ ഞാൻ നിന്നെ നേരിട്ട് കണ്ടായിരുന്നെന്ന്, നീ തന്നെ അതെന്ന് എനിക്ക് ഉറപ്പാ. പിന്നെ നീ യങ്ഷിയുമായിട്ട് ഇടപെടാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. നിന്നെ കുറിച്ചുള്ള പല വിഷയങ്ങളും ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതുമല്ലാതെ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ നിന്റെ കൂടെ താമസിക്കാനും എനിക്കിങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ യങ്ഷി എടുത്തുനിന്ന് മാറിയിക്ക്. ഇത് കേട്ടോടൻ നമ്മുടെ മിന്നും അവിടുന്ന് പോകും. മിൻ പോയതിനു ശേഷം യങ്ഷി ലീക്ക് മെസ്സേജ് അയക്കും, ലീ നീ കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യ്, എനിക്ക് മിന്നിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. എന്നിട്ട് മിന്നും വീട്ടിൽ എത്തിയതിനു ശേഷം യങ്ഷി മിന്നോട് ചോദിക്കും, എന്റെ കാറ് മലയുടെ മുകളിൽ ഇരുന്ന് വീണ് ഞാൻ മരിക്കാൻ പോയപ്പോ നീ ഹോസ്പിറ്റലാന്ന് പറഞ്ഞ്, പക്ഷെ നീ സത്യത്തിൽ ഹോസ്പിറ്റലല്ലായിരുന്നു. നീ എന്നെ രക്ഷിക്കാൻ വേണ്ടി അന്ന് അവിടെ വന്ന്, അപ്പൊ എന്റെ കാറിലെ ഗ്ലാസ് നിന്റെ കൈ കുത്തി നിന്റെ കൈ മുറിവ് പറ്റി എന്നിങ്ങനെ അവളും ആ ഗ്ലാസിന്റെ ചില്ലെടുത്ത് അണിയുന്നു. ഇത് കണ്ടിട്ട് മിന്നും, നീ മണ്ടിയാന്ന് എനിക്കൊരു വിചാരം ഉണ്ടായിരുന്നു, പക്ഷേ നീ മരം മണ്ടിയാന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായ. ഈ ലോകത്ത് ആ ഗ്ലാസ് മാത്രമേ ഉള്ളൂ. അന്ന് വീട്ടിനകത്ത് ഒരു ഗ്ലാസ് വീണില്ലേ, ആ ഗ്ലാസിന് മുകളിൽ നീയും അറിയാതെ കാല് വെച്ച് ആ ഗ്ലാസ് ഇരിക്കുന്നതെല്ലാം നിന്റെ ചോര എന്നിങ്ങനെ മിന്നും പറയും. ഇത് കേട്ട് യങ്ഷി ഫുള്ളും വിശ്വസിക്കാതെ, എന്നാലും നിന്നെ കുറിച്ചുള്ള സംഭവങ്ങളെല്ലാം കുറച്ച് വ്യത്യസ്തമാണ്, അതെനിക്ക് അറിയണം എന്നിങ്ങനെ പറഞ്ഞ് അവള് പിന്നെയും മിന്നിന്റെ കയ്യിലുള്ള ബാൻഡേജ് ഊരി അവളും ആക്സിഡന്റ് വഴി പറ്റിയ മുറിവാണോ ഗ്ലാസ് കൊണ്ട് പറ്റിയ മുറിവാണോ എന്നിങ്ങനെ നോക്കും. പക്ഷെ അതിനു മുമ്പേ നമ്മുടെ മിന്നിന്റെ മുറിവ് മാറിക്കാണും. എന്നിട്ട് മിന്നും, ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ, എന്നാ നീ ഇപ്പൊ ഒന്ന് പോയി തരാവോ. ഇത് കേട്ട് യങ്ഷിയും, നീ അന്ന് പോലീസ് സ്റ്റേഷനിലല്ലേ പോയെന്ന് പറഞ്ഞ, നിന്നെ അവിടെ വെച്ച് ആരെങ്കിലും കണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കും. അപ്പോഴാണ് മിന്നും, നീ വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ ചോദിച്ചു നോക്ക്, അന്ന് ഞാൻ രാത്രി പോലീസ് സ്റ്റേഷനിലായിരുന്നു എന്നിങ്ങനെ അവനും പറഞ്ഞോളൻ നമ്മുടെ യങ്ഷിയെ വിഷമിച്ചുകൊണ്ട് അവളുടെ ബാഗ് എടുത്തോണ്ട് പോകാൻ നോക്കുമ്പോഴാണ് നമ്മുടെ മിൻ യങ്ഷിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് മേടിച്ചോണ്ട് വന്നേക്കുന്നത്. ഇത് കണ്ടിട്ട് അവളും ചിരിച്ചിട്ട് വീട്ടിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന നമ്മുടെ ലിയോട് പോയി പറയും, ലീ എനിക്ക് നിന്റെ ഗസ്റ്റ് ഹൗസിൽ പോകണ്ട, ഞാൻ ബൊക്ചോയുടെ വീട്ടിലേക്ക് പോയിക്കോളാം എന്നിങ്ങനെ പറഞ്ഞ് അവളും അങ്ങ് ബൊക്ചോയുടെ വീട്ടിലേക്ക് അങ്ങ് പോകും. എന്നിട്ട് യങ്ഷി ഇങ്ങനെ ഫോണിൽ തന്നെ നോക്കിയിരിക്കുന്നുണ്ടിട്ട് നമ്മുടെ ബൊക്ചോയും ചോദിക്കും, നിനക്ക് ബോയ് ഫ്രണ്ട് വല്ലതും ഉണ്ടോ, നീ വന്നപ്പോ തൊട്ട് ഫോൺ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക എന്നിങ്ങനെ ബൊക്ചോയും ചോദിക്കും. ഇത് കേട്ട് യങ്ഷിയും ഫോൺ മാറ്റിയിട്ട്, എനിക്ക് ബോയ് ഫ്രണ്ട് ഒന്നുമില്ല, നിന്റെ കാര്യം എന്തുവാ, നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ, അതല്ലാതെ നീ ഇതേപോലത്തെ ഗിഫ്റ്റ് ഒന്നും ഉണ്ടാക്കത്തില്ലല്ലോ. അപ്പൊ ബൊക്ചോയും അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കഥ അങ്ങ് പറയും. അത് വേറെ ആരുമല്ല, നമ്മുടെ മിന്നാണ്. നമ്മുടെ മിന്നിനെ ഒരു ദിവസം വഴി വെച്ച് കാണുമ്പോ അവളിങ്ങനെ ഉണ്ടാക്കിയ ഗിഫ്റ്റ് നമ്മുടെ മിന്നിനെ കൊടുക്കാൻ വരും. അപ്പൊ നമ്മുടെ മിന്നും, ഈ സാധനം ഒന്നും ഞാൻ മേടിക്കാറില്ല എന്നിങ്ങനെ പറഞ്ഞ് അവനും അവിടുന്ന് പോകും. ഇതും ആലോചിച്ച് നമ്മുടെ ബൊക്ചോ ഇങ്ങനെ വിഷമിച്ചിരിക്കും. എന്നിട്ട് അടുത്ത ദിവസം നമ്മുടെ യങ്ഷിയും യങ്ഷിയുടെ വീട്ടിൽ തന്നെ തിരിച്ചു വരും. അപ്പൊ ലീയും യങ്ഷിയുടെ വീട്ടിൽ ആരോ കയറിയതുകൊണ്ട് അവനിങ്ങനെ സെക്യൂരിറ്റി ക്യാമറയും പാസ്വേഡൊക്കെ മാറ്റി പുതിയ ഡോറിന്റെ ലോക്കൊക്കെ വയ്ക്കും. ഇതെല്ലാം നമ്മുടെ യങ്ഷിയുടെ അമ്മയും കണ്ടിട്ട്, ഓ ലീ നീ നല്ല പണിയാ ചെയ്തേക്കുന്ന. ഇത് കേട്ട് നമ്മുടെ യങ്ഷിയും പറയും, ഇപ്പൊ എല്ലാവരുടെ പണിയും കഴിഞ്ഞില്ലേ, എന്നാ എല്ലാരും വീട്ടിൽ പോയിക്കോ എന്നിങ്ങനെ പറയും. അപ്പൊ നമ്മുടെ യങ്ഷിയുടെ അനിയൻ മാത്രം, ഇല്ല ഞാൻ വീട്ടിൽ പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാൻ പോവുക. ഇത് കേട്ട് യങ്ഷിയുടെ അമ്മയും, എന്നാ ശരി ഞാൻ ഇവിടെ തന്നെ താമസിക്കാൻ പോവുക എന്നിങ്ങനെ അവരും പറയുമ്പോഴാണ് നമ്മുടെ യങ്ഷിയും, അമ്മ ഇവിടെ താമസിക്കണമെന്ന് എനിക്കൊരു ആവശ്യമില്ല, അമ്മ വീട്ടിലേക്ക് പോയാൽ മതി. ഇത് കേട്ട് അമ്മയും, ഞാൻ നീ പറഞ്ഞാലും താമസിക്കാൻ പോകുന്നില്ല, ഞാൻ എന്തായാലും പോകാൻ പോവുക എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ ലീയും യങ്ഷിയുടെ അമ്മയും കൂടെ അവിടുന്ന് പോകും. ഇതേ സമയം ചെയ്യും അവനിങ്ങനെ മിന്നിനെ 23ാമത്തെ ഫ്ലോറിൽ കണ്ടിട്ട് പെട്ടെന്ന് 1ാമത്തെ ഫ്ലോറിൽ കണ്ടത് ഇങ്ങനെ അസിസ്റ്റന്റിനോട് പറയും. ഇത് കേട്ട അസിസ്റ്റന്റും, എന്തായാലും അതൊരു മനുഷ്യന് പറ്റത്തില്ല, അതുമല്ലാതെ ആ അപ്പാർട്ട്മെന്റില് വേറെ ഒരു ലിഫ്റ്റും ഇല്ല. ഇത് കേട്ട് ചെയ്യും, അപ്പൊ ഞാൻ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കണ്ടേക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞ് അവനും ചിരിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ മിന്നും മിസ്റ്റർ ജാങ്ങിനോട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുമ്പോഴാണ് മിസ്റ്റർ ജാങ് പറയുന്നത്, എന്നാലും നീ നിന്റെ പവർ കാണിക്കാൻ പാടില്ലായിരുന്നു, നീ യങ്ഷിയോട് പറഞ്ഞാ പോരെ, ജെ അവള് വിചാരിക്കുന്ന പോലല്ല അവനാണ് എല്ലാത്തിനും കുറ്റക്കാരെന്ന്. അതിന് മിന്നും, ഞാൻ പവർ കാണിച്ച് അവനെ കുറച്ചെങ്കിലും പേടിപ്പിച്ച് വെച്ചില്ലെങ്കിൽ അവൻ എന്തായാലും യങ്ഷിയെ കൊല്ലാൻ പിന്നെയും വരും, അതുമല്ലാതെ യങ്ഷി ഈ കാര്യം പറഞ്ഞാ അവൾ ഇപ്പൊ ഇരിക്കുന്നതിനേക്കാളും അതിലും വലിയ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. ഇത് കേട്ട് മിസ്റ്റർ ജാങ്ങും, നീ 400 വർഷമായിട്ട് വെറുതെ ഇങ്ങനെ സൈലന്റ് ആയിട്ടില്ലായിരുന്നു, അതേപോലെ ഇനി ഒരു 2 മാസം കൂടി നിനക്കങ്ങ് ഒരു പ്രശ്നത്തിൽ പെടാതെ വെറുതെ ഇരുന്നൂടെ, യങ്ഷിക്ക് ഒന്നും പറ്റരുതെന്ന് നീ ആലോചിക്കുന്നത്, പക്ഷേ നീ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നീ മരിച്ചുപോയാൽ നീ എന്ത് ചെയ്യും. ഇതേ സമയം യുവും പോലീസ് കിമ്മും കൂടി ഹന്യൂറ സിസ്റ്ററിന്റെ അടുത്ത് ഒന്ന് ചോദിക്കും, ഹന്യൂറയ്ക്ക് ഏതെങ്കിലും ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നോ എന്ന്. അപ്പൊ അവളും പറയും, ഹന്യൂറ സൂസൈഡ് ചെയ്തിയാ, ഇനിയെങ്കിലും ഈ കേസ് വിട്ടൂടെ, ഈ കേസ് കാരണം ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും വിഷമിച്ചിരിക്കുക, നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ഞങ്ങളെ ഒറ്റയ്ക്ക് കിട്ടൂടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവളും അവിടുന്ന് പോകാൻ നോക്കുമ്പോഴാണ് നമ്മുടെ യുവും പറയുന്നത് ഹന്യൂറ പ്രഗ്നന്റ് ആയിരുന്നെന്ന്. ഇത് കേട്ട് ഹന്യൂറ സിസ്റ്ററും അങ്ങ് ഷോക്കാവും. അപ്പൊ പോലീസ് കിമ്മും, നിങ്ങക്ക് ആരെങ്കിലും ബോയ് ഫ്രണ്ട് ആയിട്ട് അറിയാവോ, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി നോക്കിയായിരുന്നു, ഹന്യൂറ പ്രഗ്നന്റാ, അതുമല്ലാതെ ഹന്യൂറ ഡിപ്രഷൻ ടാബ്ലറ്റ് എല്ലാം 2-3 മാസങ്ങൾക്ക് മുമ്പേ അവള് നിർത്തി, അതിന് കാരണം അവള് മരിക്കണമെന്ന് എന്നും വിചാരിച്ചിട്ടില്ല. അപ്പൊ ഹന്യൂറയുടെ സിസ്റ്ററും ഹന്യൂറ പറഞ്ഞ കാര്യങ്ങൾ പറയും. ഹന്യൂറ ജീവനോടിരുന്നപ്പോ അവൾക്ക് ഇങ്ങനെ വില കൂടിയ ഗിഫ്റ്റ് ഒക്കെ വരും. ഇത് കണ്ട് അവളുടെ അനിയത്തിയും ചോദിക്കുമ്പോഴാണ് ഹന്യൂറ അവളോട് അയാളുടെ പേര് പറയാതെ അയാൾ ഒരു വലിയ
പണക്കാരനാന്ന് മാത്രം പറയുന്നത്. ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് യുവും പോലീസ് കിമ്മും ഇങ്ങനെ കാറ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പോലീസ് കിമ്മും പറയുന്നത്, ചിലപ്പോ ഇത് മിന്നായിരിക്കോ, നീയല്ല പറഞ്ഞ മിൻ ഭയങ്കര റിച്ച് ആന്ന്. ഇത് കേട്ട് യുവും, ഈ കൊറിയയിൽ തന്നെ മിൻ മാത്രമാണോ റിച്ച്, അതുപോലെ എനിക്ക് ആരാന്ന് പറഞ്ഞൂടാ എന്നിങ്ങനെ യുവും പറയും. അത് കഴിഞ്ഞ് നമ്മുടെ ജയ് ഇങ്ങനെ വീട്ടിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ മിന്നു അവനെ ഫോളോ ചെയ്തു വന്ന് അവൻ പറയുന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നത്. നമ്മുടെ ജയ് അസിസ്റ്റന്റിനോട് പറയും, നീ മിന്നിനെ ഫോളോ ചെയ്യാൻ തുടങ്ങിക്കോ, ആദ്യം അവന്റെ കാര്യം എനിക്ക് തീർക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ട് അവനകത്തോട്ട് കയറി പോകും. ഇതെല്ലാം അവിടെ നിന്ന് നമ്മുടെ മിന്നും കേട്ട് കാണും. എന്നിട്ട് ജയ് ഇങ്ങനെ വീട്ടിനകത്ത് പോകുമ്പോഴാണ് നമ്മുടെ ലീ യങ്ഷിക്ക് ഫോൺ വിളിച്ച്, നിനക്കിപ്പോ പേടിയൊന്നുമില്ലല്ലോ, നിന്റെ അനിയൻ നിന്റെ കൂടെ ഇരിപ്പില്ലേ, നിന്റെ വീട്ടിനകത്ത് വന്ന് അവനെ എന്റെ കൈ കിട്ടിയായിരുന്നെങ്കിൽ അവനെ ഞാൻ അടിച്ചു കൊല്ലും എന്നിങ്ങനെ അവന് സംസാരിച്ചോണ്ടിരിക്കും. ഇത് കേട്ട് ജയ് ഇങ്ങനെ ലീയുടെ അടുത്ത് പോയി, യങ്ഷിക്ക് ഇപ്പൊ എന്താ പറ്റി? അതിന് ലീയും, ഈ ലോകത്ത് കുറെ സൈക്കോ ഇല്ലേ, അവന്മാരൊക്കെ യങ്ഷിയെ കൊല്ലാൻ നോക്കുന്നത്. ഇത് കേട്ട് ജയും ലീയോട് മിന്നിനെ കുറിച്ച് ചോദിക്കും. അപ്പൊ നമ്മുടെ ലീയും, നിനക്കെങ്ങനെ മിന്നിനെ അറിയാം? ഞാൻ യങ്ഷിയുടെ കൂടെ ഈ ഇടയ്ക്ക് കുറെ കണ്ടിട്ടുണ്ട്, അവനെ കണ്ടിട്ട് എന്തോ വ്യത്യസ്തമായിട്ട് തോന്നുന്നില്ലേ? അതിന് ലീയും, മിന്ന അവളുടെ വീടിനെടുത്താ, അതുകൊണ്ട് അവർ രണ്ടുപേരും അങ്ങനെ. അതുപോലെ നീ പറഞ്ഞ പോലെ മിന്നിനെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല, പിന്നെ നീ എന്താ ഈ ഇടയ്ക്ക് യങ്ഷിയെ കുറിച്ച് എന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന എന്നിങ്ങനെ ലീയും ചോദിക്കും. അതിന് ചെയ്യും, നിനക്ക് അവളെ ഇഷ്ടമെന്ന് പറഞ്ഞില്ലേ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക എന്നിങ്ങനെ പറഞ്ഞ് അവന് ചിരിച്ചിട്ട് അവിടുന്ന് പോകും. ഇതേ സമയം മിന്നും യങ്ഷിയുടെ വീട്ടിൽ കിട്ടിയ ആ പെൻഡ്രൈവ് വിട്ട് ലാപ്ടോപ്പിൽ നോക്കും. അപ്പോഴാണ് അതിനകത്ത് ഹന്നുറ ജയയുടെ ആദ്യത്തെ വൈഫിനോട് സംസാരിക്കുന്ന വീഡിയോയും പിന്നെ ഹന്നുറയും ജയും കൂടെ ഒരുമിച്ചിരിക്കുന്ന വീഡിയോയും അതിനകത്ത് കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ യങ്ഷിയും അവരുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ മിന്നിനെ തന്നെ ആലോചിച്ച് നമ്മുടെ മിന്നിന് മെസ്സേജ് അയക്കും. എന്നാൽ നമ്മുടെ മിന്നാണെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് അവൾക്ക് തിരിച്ച് മെസ്സേജ് അയക്കത്തില്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ യങ്ഷിയും എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവളിങ്ങനെ ഉറങ്ങാതെ മിന്നിനെ തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കും. അതേസമയം അവൾക്കും അവളുടെ വീടിന്റെ ഹൗസ് ഓണർ ഫോൺ ചെയ്യും. എന്നിട്ട് ഹൗസ് ഓണറും, ഈ മാസത്തെ റെന്റ് തന്നില്ലല്ലോ. അപ്പോഴാണ് നമ്മുടെ യങ്ഷി അറിയുന്നത് അവളുടെ കയ്യിൽ പൈസ ഇല്ലെന്ന്. അടുത്ത ദിവസം യങ്ഷിയും പോയി ബാങ്കിൽ പൈസ വയ്ക്കുമ്പോൾ അവർ നമ്മുടെ യങ്ഷിക്ക് ലോൺ തരത്തില്ലെന്ന് പറയും. എന്നിട്ട് നമ്മുടെ യങ്ഷി വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവൾ ഇഷ്ടപ്പെട്ട് മേടിച്ചു വെച്ചിരിക്കുന്ന എല്ലാ ബാഗും ഇങ്ങനെ വിൽക്കാൻ വേണ്ടി കടയിൽ കൊണ്ടുപോകും. എന്നാൽ ആ കടക്കാരനും യങ്ഷിയുടെ ഇരുന്ന് ബാഗ് ഓടിക്കാതെ അവളിങ്ങ് പറഞ്ഞു വിടും. എന്നിട്ട് യങ്ഷി ഓരോ ബാഗ് ഫോട്ടോ എടുത്ത് അവളിങ്ങനെ ഓൺലൈനിൽ വിൽക്കും. എന്നിട്ട് ആ ബാഗ് മേടിക്കുന്നവര് ഇവളെ വിളിക്കാൻ വേണ്ടി നമ്മുടെ മിന്നിന്റെ നമ്പറും അങ്ങ് കൊടുക്കും. ഇപ്പൊ നമ്മുടെ മിന്നും കോളേജ് ഇങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് അവനിങ്ങനെ കുറെ മെസ്സേജ് വരുന്നത്, നിങ്ങൾ എനിക്ക് പൈസ ഉറച്ചു തരുമോ എന്നിങ്ങനെ കുറെ മെസ്സേജ് വരുന്നത്. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ മിന്നും ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവരെ വിളിച്ചിട്ട്, നിങ്ങൾ ആരാ, നിങ്ങൾക്ക് ഞാൻ എന്ത് പൈസ ഉറച്ചു തരണ്ട എന്നിങ്ങനെ അവനും ചോദിക്കും. അപ്പോഴാണ് അവരും പറയുന്നത്, നിങ്ങളല്ലേ യങ്ഷിയുടെ ബാഗ് ഒക്കെ വിൽക്കുന്ന ആള്. ഇത് കേട്ട് അവനൊന്നും തിരിച്ചു പറയത്തില്ല. അത് കഴിഞ്ഞ് നമ്മുടെ യങ്ഷിയുടെ അമ്മയും യങ്ഷി ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. യങ്ഷിയുടെ പഴയ പ്രൊഡ്യൂസർ ആണെങ്കിൽ യങ്ഷി സൈൻ ചെയ്യാത്ത കുറെ പേപ്പർ ഉണ്ടാക്കി അതിന്റെ പണവും യങ്ഷിയുടെ കയ്യിൽ നിന്ന് തന്നെ മേടിക്കാൻ നോക്കും. അപ്പോഴാണ് യങ്ഷി അമ്മയുടെ ഇരുന്ന് ആ പേപ്പർ അടിച്ചിട്ട്, ഇത് ഞാൻ സൈൻ ചെയ്തതല്ലോ, നാളെ ഞാൻ പ്രൊഡ്യൂസറിനെ പോയി കണ്ടോളാം എന്നിങ്ങനെ പറയും. അപ്പൊ അവളുടെ അമ്മയും, എന്നാ ശരി ഞാൻ നിന്റെ കൂടെ വരാം. അതിന് യങ്ഷിയും, ഇല്ല വേണ്ട, എന്റെ കൂടെ വരാൻ ഒരാളുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് അവള് മിന്നിനെ വിളിക്കും. അപ്പൊ മിന്നും, നീ നിന്റെ ബാഗ് ഒക്കെ വിൽക്കാൻ വേണ്ടി നീ എന്റെ നമ്പർ കൊടുത്തോ? ഇത് കേട്ട് യങ്ഷിയും, അപ്പൊ കുറെ പേര് നിന്നെ വിളിച്ചല്ലേ, നീ അവരോട് പറഞ്ഞേക്ക് അതി കിടക്കുന്ന വിലയാന്ന്, ഞാൻ കുറയ്ക്കത്തില്ലെന്ന്. ഇത് കേട്ട് മിന്നും, ഇപ്പൊ അതാണോ വലിയ പ്രശ്നം, നീ പറയാമെന്ന് ആദ്യം പറ. അപ്പൊ യങ്ഷിയും നാളെ പ്രൊഡ്യൂസറിനെ കാണാൻ പോകാൻ വേണ്ടി നമ്മുടെ മിന്നിനെ കൂടെ വരാൻ പറയും. അതിന് മിന്നു അവൻ എന്തിനു വരണമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് യങ്ഷിയും പറയുന്നത്, ഞാൻ പഴയ യങ്ഷിയെ പോലല്ല, ഞാൻ നാളെ പ്രൊഡ്യൂസറിനെ കാണാൻ പോകുമ്പോ ഞാൻ പെട്ടെന്ന് കരഞ്ഞെന്ന് വരും. അങ്ങനെ അവരുടെ മുമ്പിൽ കരഞ്ഞു പോയാ പിന്നെ എനിക്ക് എന്റെ ജീവിതത്തിൽ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ അവളും വിഷമിച്ച് പറയും. അപ്പോഴാണ് നമ്മുടെ മിന്നും അവളിങ്ങനെ കരയുന്ന കണ്ടിട്ട് അവനും ഓക്കെ പറയുന്നത്. അടുത്ത ദിവസം മിന്നി യങ്ഷിയും കൂടി പ്രൊഡ്യൂസറിനെ കണ്ട് പ്രൊഡ്യൂസറിന് പൈസ കൊടുക്കാൻ പറ്റത്തില്ലെന്നും യങ്ഷി കാരണം നഷ്ടപ്പെട്ട എല്ലാ പൈസയും കമ്പനി തന്നെ കൊടുക്കേണ്ടത്, അതുകൊണ്ട് യങ്ഷി കേസിട്ട ചിലപ്പോ കമ്പനി യങ്ഷിക്ക് എല്ലാ പൈസയും തരേണ്ടി വരും എന്നിങ്ങനെ മിന്നും പറയും. ഇത് കേട്ട് പ്രൊഡ്യൂസർ മേടിച്ചിട്ട് യങ്ഷിയുടെ ഇരുന്ന് വേറെ പൈസയൊന്നും മേടിക്കത്തില്ല. എന്നിട്ട് മിന്നി യങ്ഷിയും കൂടി ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് നമ്മുടെ സെമിയും വരുന്നത്. സെമി യങ്ഷിയെ മിന്നിനെ കണ്ടിട്ട് അവളിങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കാൻ വേണ്ടി വിളിക്കും. എന്നിട്ട് സെമിയും നമ്മുടെ യങ്ഷിയോട് മിന്നിന്റെ മുമ്പിൽ വെച്ച് അവളിങ്ങനെ ഒരു പാവത്തെ പോലെ സംസാരിച്ചോണ്ടിരിക്കും. ഇത് കണ്ടിട്ട് യങ്ഷിയും, നീ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ച പോലെ സംസാരിക്കടി, നീ ഇപ്പൊ ആരെ കാണിക്കാനാ ഇങ്ങനെ നല്ലവളായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്ന? യങ്ഷി ഇങ്ങനെ പറയുന്ന കണ്ടിട്ട് നമ്മുടെ മിന്നി യങ്ഷിയോട് മിണ്ടായിരിക്കാൻ പറയും. അപ്പൊ സെമിയുടെ അസിസ്റ്റന്റും കോഫി ഉണ്ടെന്ന് ആ ടേബിളിൽ അങ്ങ് തട്ടിക്കളയും. എന്നിട്ട് മാനേജർ അസിസ്റ്റന്റും കൂടി നമ്മുടെ സെമിയെ നോക്കുന്ന കണ്ടിട്ട് നമ്മുടെ യങ്ഷിയും അവിടെ നിന്ന് വിഷമിച്ച് എനിക്കൊരു കുഴപ്പമില്ലെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ സെമി മിന്നിനെ കണ്ടിട്ട്, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ മിന്നിന്റെ കൈ തുടച്ചുകൊണ്ടിരിക്കും. ഇത് കണ്ടിട്ട് യങ്ഷിയും ദേഷ്യപ്പെട്ടിട്ട്, മാനേജർ മിൻ, നമുക്കിവിടെ പണി കഴിഞ്ഞല്ലോ, എന്നാ ശരി നമുക്ക് പോവാം എന്നിങ്ങനെ അവള് എഴുന്നേക്കും. അപ്പൊ നമ്മുടെ മിന്നും അവന്റെ കോട്ടുവരി യങ്ഷിക്ക് കൊടുത്തിട്ട് നമ്മുടെ യങ്ഷിയും പിടിച്ചോണ്ട് അവിടുന്ന് പോകും. എന്നിട്ട് അവർ രണ്ടുപേരും ഇങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ യങ്ഷിയും പറയുന്നത്, നീ ഇന്ന് പ്രൊഡ്യൂസറിന്റെ മുമ്പിൽ നല്ലൊരു ജോലി ചെയ്ത, ഇതേപോലെ നീ എപ്പോഴും എന്റെ കൂടെ കാണണം.
അതിന് മിന്നും യങ്ഷി നീ ഇനി തൊട്ട് എപ്പോഴും ധൈര്യത്തോടെ കാണണം. നീ ഹന്യോറെ കൊന്നിട്ടില്ലെങ്കിലും ഇവിടെയുള്ള എല്ലാവരും നീ ആ ഹന്യോറെ കൊന്നെന്ന് പറഞ്ഞ് നിന്നെ ഡിപ്രഷനിലാക്കും. പിന്നെ ഇനി മുതൽ നീ ആരെയും വിശ്വസിക്കാനും പാടില്ല. അതേപോലെ എന്നെയും നീ വിശ്വസിക്കാൻ പാടില്ല. ഞാൻ എന്നും നിന്റെ കൂടെ കാണുമെന്ന് നീ വിശ്വസിക്കേണ്ട എന്നിങ്ങനെ മിന്നും പറയും. ഇത് കേട്ട് യങ്ഷിയും അപ്പൊ നീ എന്റെ കൂടെ എപ്പോഴും കാണത്തില്ലേ, ഞാൻ നിനക്ക് പൈസ കുറച്ച് തരുന്നോണ്ടാണോ? അപ്പൊ നമ്മുടെ മിന്നു ഒന്നും പറയാതിരിക്കുന്നിട്ട് നമ്മുടെ യങ്ഷിയും പറയും ഞാൻ നിന്നെ വിശ്വസിക്കത്തുള്ളൂ, നീ എപ്പോഴും എന്റെ കൂടെ കാണണം എന്നിങ്ങനെ അവളും പറയും. ഇതേ സമയം പോലീസ് കിമ്മും യുവും കൂടി അവരും ഇങ്ങനെ ഹന്യൂറയുടെ ഫോൺ കോളൊക്കെ എടുത്തു നോക്കുമ്പോഴാണ് അതിൽ ഹന്യൂറയ്ക്ക് എല്ലാ ദിവസവും സ്ഥിരമായിട്ട് ഫോൺ ചെയ്യുന്ന ഒരു നമ്പർ കാണാത്തത്. ഇത് കണ്ട് അവരിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും അപ്പോ അവൾക്ക് ഇവൻ ഫോൺ ചെയ്യാറില്ലേ, ഇനിയിപ്പോ നമ്മൾ എന്ത് വെച്ചാ കണ്ടുപിടിക്കണ്ടേ എന്നിങ്ങനെ അവരും ആലോചിച്ചോണ്ടിരിക്കും. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത എപ്പിസോഡ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ നെക്കി ഓൾ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി പിന്നെ കാണാം.